എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ 14-ാമത്തെ ശ്ലോകമാണ്. അജ്ഞാനപ്രഭവം സർവം ജ്ഞാനേന പ്രവിലീയത്തെ സങ്കൽപ്പോ വിവിധ കർത്ത വിചാരസോയമീദൃശ എന്ന് പഠിച്ചു. അവിടെ മെയിനായിട്ട് പറഞ്ഞത് കളിമണ്ണ് സാമാന്യ കാരണമായിരിക്കുന്ന പോലെ, പാത്രങ്ങൾക്ക് സാമാന്യ കാരണം കളിമണ്ണായിരിക്കുന്ന പോലെ അജ്ഞാനം ഇവിടെ സാമാന്യ കാരണമായി പറയപ്പെടുന്നു. സങ്കല്പം, ഓരോരുത്തരും ലോകത്തെ സങ്കല്പിക്കുന്നത് ഓരോ രീതിയിൽ അവനവന്റെ സങ്കല്പം അനുസരിച്ച് ലോകത്തെ കാണുമ്പോൾ, അതുപോലെ കർമ്മതത്വം അനുസരിച്ച് വരുന്നത് പോലെ ഈശ്വരന്റെ മായ ഉപാദാന കാരണമായി ഇരിക്കുന്നു, സങ്കല്പം വിശേഷ കാരണമായി ഇരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് അടുത്ത ശ്ലോകം, 15-ാമത്തെ ശ്ലോകം. ഏതയോർയദുപാദാനം ഏകം സൂക്ഷ്മം തദവ്യയം യഥൈവ മൃദ്ഘടാദീനാം വിചാരസോയമീദൃശഃ. ഏതയോർയദുപാദാനം ഏകം സൂക്ഷ്മം തദവ്യയം യഥൈവ മൃദ്ഘടാദീനാം വിചാരസോയമീദൃശഃ. 4-ാമത്തെ ചോദ്യം, 3-4 ചോദ്യങ്ങളാണല്ലോ പറഞ്ഞത്. ഇതിൽ 4-ാമത്തെ ചോദ്യം, ഈ ലോകത്തിന് ആധാരം എന്ത് എന്നുള്ളത്. കണ്ടനുഭവിക്കുന്ന ഈ ലോകത്തിന് ആധാരം എന്ത്? അപ്പൊ അതിന്റെ ചുരുക്കമായിട്ടൊരു ഉത്തരമാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ ചോദ്യങ്ങളുടെയും 4 ചോദ്യങ്ങളുടെയും ഉത്തരം ചുരുക്കത്തിലാണ് പറഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറുപടി പിന്നീട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ജസ്റ്റ് അതിലേക്കൂടെ ഒന്ന് കടന്നു പോകുന്നു. ഞാൻ ചോദ്യം ഇങ്ങനെ വേണം വിചാരം ചെയ്യാൻ എന്ന് പറഞ്ഞു തരികയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോ രണ്ടിനും ഉപാദാന കാരണം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഏതയോഹോ, രണ്ടിനും. ഏതാണ് ഈ രണ്ട്? ഒന്ന് അജ്ഞാനം, 2 ജഗത്ത് അഥവാ സങ്കല്പം. ഈ രണ്ടിനും ഉപാദാന കാരണം എന്ത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതയോഹോ, അജ്ഞാനത്തിനും ജഗത് അഥവാ സങ്കല്പം എന്നതിനും ഉപാദാന കാരണം എന്ത്? അജ്ഞാനം എന്നത് കാരണവും ജഗത് എന്നത് കാര്യവും ആണ്. കാര്യം നമ്മൾ കാര്യകാരണം ആയിട്ട് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്, എന്താണ് കാരണം, അത് കഴിയുമ്പോൾ എന്താണ് കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അജ്ഞാനം കാരണം, ജഗത്ത് കാര്യം, അങ്ങനെയാണ് വരിക. അജ്ഞാനം കാരണവും ജഗത്ത് കാര്യവും. ഈ കാര്യകാരണങ്ങൾക്ക് എന്താണ് ഉപാദാനം? അതിൻ്റെ അധിഷ്ഠാനം എന്ത്? അതിൻ്റെ ആധാരം എന്ത്? അജ്ഞാനമാണ് കാരണം. ആ കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു, ജഗത്തുണ്ടാകുന്നു. ഈ കാര്യകാരണങ്ങൾക്ക് ഉപാദാനം ഏത്? അധിഷ്ഠാനം ഏത്? ആധാരം ഏത്? ഇതാണ് ചോദ്യം. അപ്പൊ പറയുന്നു, ഒരു നുണ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സത്യം അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ നുണ പറയാൻ പറ്റില്ലല്ലോ. ഒരു സത്യം ഉള്ളപ്പോഴാണ് ഒരു നുണ പറയുന്നത്. സത്യത്തിനെ മറച്ചു വെച്ചുകൊണ്ടൊരു നുണ പറയുന്നു. സത്യമില്ലാതെ നുണ വരില്ല. അതുപോലെ ജഗത്ത് മിഥ്യയെങ്കിൽ, മിഥ്യയാണെന്ന് ആചാര്യസ്വാമി പറയുന്നു, നമുക്ക് പറഞ്ഞു തരുന്നു, ശാസ്ത്രം പറയുന്നു. അപ്പൊ മിഥ്യയെങ്കിൽ അപ്പൊ സത്യം വേറെ കാണാനുള്ള ഉറപ്പായിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ജഗത് മിഥ്യ എന്ന ആചാര്യസ്വാമികള് ഉറപ്പിച്ചു പറയുന്നു, നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോ സത്യം വേറെ കാണണമല്ലോ. അപ്പൊ സത്യമായ ഒന്ന് അതിൻ്റെ പുറകിലുണ്ട് എന്ന് ഉറപ്പാണ്. ആ ഉപാദാനം എന്ത്? അങ്ങനെ സത്യമായിട്ട് പുറകിലിരിക്കുന്ന
ആ ഉപാദാനം എന്ത്? അതിന്റെ മറുപടിയാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ പലതാണ് കാണുന്നത്, എല്ലാത്തിനെയും ആധാരം ഒന്നു മാത്രം ആണ് എന്നുറപ്പിച്ച് പറയാൻ പോവുക. ആധാരം ഒന്നു മാത്രം, കാണുന്നത് പലത്. ആ ഒന്നിനെ, ആധാരമായ ഒന്നേ ഉള്ളൂ, ആ ഒന്നിനെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്, കാണാൻ പറ്റില്ല. അതാണ് മറുപടി. സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണത്. സൂക്ഷ്മതമം എന്നൊക്കെ തരം തമം എന്നൊക്കെ പറഞ്ഞു സൂപ്പർലേറ്റീവ് ഡിഗ്രി വരില്ല എന്ന് പറഞ്ഞ പോലെ അതിനെക്കാട്ടിലും അപ്പുറം സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. അതിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തന്മയോടെ അല്ലാതിരിക്കുന്നത്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തന്മയോടെ അല്ല ആ ഏകമായ സത്യം നിലനിൽക്കുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതെല്ലാം നാശമുള്ളതാണ്. എന്തെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നുവോ അതെല്ലാം ഒരു ദിനം നശിക്കും, ഒരു സംശയമില്ല. കുറെ നമുക്കിപ്പോ നമ്മുടെ ലൈഫ് സ്പാനിൽ കാണാം. നമ്മുടെ ലൈഫ് സ്പാൻ വളരെ ചെറുതാ, 10, 90, 80 വർഷമോ ഒക്കെ ഉള്ളൂ. ആ സമയത്ത് തന്നെ പലതും ഉണ്ടാകുന്നു, നശിക്കുന്നു, കാണുന്നുണ്ട്. പക്ഷെ പലതും ഈ ഒരു ലൈഫ് സ്പാനിൽ കാണാൻ പറ്റാത്തതായിട്ടുണ്ട്, അതേസമയം നശിക്കുന്നതായിട്ടുണ്ട്. നമുക്കുണ്ടായിരുന്ന പലരും കണ്ടിരുന്ന ഇപ്പോ വലിയ വലിയ വൃക്ഷങ്ങളും അങ്ങനത്തെ പല കാര്യങ്ങളും, ചില മലകളും, ഈ പറഞ്ഞ ചില അണക്കെട്ടുകളും, ചെറിയ ചെറിയ കുന്നുകൾ പോലും വലിയ വെള്ളപ്പൊക്കത്തില് ഇപ്പോ ഒലിച്ചു പോകും. പണ്ടുണ്ടായിരുന്നവർ കണ്ടിരുന്നതാണത്, ഇപ്പോൾ ഉള്ളവർ കാണുന്നില്ല. അതേമാതിരി ചില നദികള് വഴി മാറി ഒഴുകുന്നു, പണ്ടുണ്ടായിരുന്നവര് കണ്ടിരുന്നതാണ്, ഇപ്പോ അത് മാറിപ്പോകുന്നു, ഇനി ഒരു തലമുറയ്ക്ക് അത് കാണാനും പറ്റില്ല. അങ്ങനെ പല പല രീതിയിൽ എന്തായാലും നശിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ടതെല്ലാം നശിക്കും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാണാൻ ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം നാശമുള്ളതാണ്, ഇന്നല്ലെങ്കിൽ നാളെ അതിന് നാശമുണ്ട്, ഒരു സംശയമില്ലെന്നാ പറയുന്നത്. നിത്യമല്ല. ജീവിതത്തിൽ ഒരിക്കലും നശിക്കാത്ത എന്തിനെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ല എന്നേ മറുപടി പറയാൻ പറ്റുള്ളൂ. കാരണം നോക്കുന്ന നമ്മുടെ ഈ കണ്ണുപോലും നാശത്തിന് അടിമയാണ്. പിന്നെ എങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തു നശിക്കില്ല എന്ന് പറയാൻ പറ്റുക? കണ്ണിന് പോലും നാശമുണ്ടല്ലോ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. മാത്രമല്ല അങ്ങനെയാണ്, അനിത്യമാണെല്ലാം. അപ്പോ പിന്നൊരു സംശയം, അങ്ങനെ കാണാൻ പറ്റാത്ത ഒന്നും ഉണ്ടോ? കേൾക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടോ? അനുഭവിക്കാൻ പറ്റില്ലാത്ത ഒന്നും ഉണ്ടോ? അതെന്ത് സംഭവമാണ്? കാണാൻ പറ്റില്ല എന്ന് പറയണു, അപ്പൊ അങ്ങനെ ഒരെണ്ണം ഉണ്ടാവുമോ? അങ്ങനെ അനുഭവിക്കാനും പറ്റില്ല എന്ന് പറയുന്നു, അപ്പൊ അങ്ങനെ ഒന്നും ഉണ്ടാവുമോ? കേൾക്കാനും പറ്റില്ലെന്ന് പറയുന്നു, അങ്ങനെ ഉണ്ടാവുമോ? അപ്പൊ പറയുന്നു അങ്ങനെ ഒന്നുണ്ട്. അതിൻ്റെ പേരാണ് സത്ത്. അതായത് നമ്മൾ ഉണ്ട് 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 എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതാണ് സത്ത്. അങ്ങനെ ഒന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ ഉണ്ട്, അതിനിപ്പോ എങ്ങനെയാ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ട്, ഉണ്ട് എന്നൊരു ബോധം നമുക്കുണ്ട്, ഇല്ലേ? ഉണ്ട് എന്നൊരു ബോധം നമുക്കുണ്ട്, അതാണ് സത്ത്. ഉണ്ട്. അതേപോലെ മുമ്പിലുള്ള കാണുന്ന വസ്തുക്കൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു ടേബിള് ഉണ്ട്, പുസ്തകം ഉണ്ട്, പേന ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് 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 എന്ന് പറയുന്നുണ്ട്. അതൊരു ബോധമാണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു അറിവ് ബോധമാണ്. അതാണ് ഞാൻ. ഞാൻ ഉണ്ട്. ആ ഉണ്ട് എന്നുള്ളത് സത്ത്. ഉണ്ട് എന്നുറപ്പിക്കൽ, അത് സത്ത് ആണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും, പക്ഷേ ആ ഉണ്ട് എന്ന് പറയുന്നതിന് മാറ്റമില്ല. ഉണ്ട് എന്ന് പറയുന്നതിന് ഒരിക്കലും മാറ്റമില്ല. എപ്പോഴും എന്ത് കണ്ടാലും നമ്മൾ എന്ത് പറയും? ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് നശിക്കുന്നതാണ് എങ്കിലും നമ്മൾ എന്ത് പറയും? ഉണ്ട്. ഇപ്പൊ ഉണ്ട് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. കാണുന്നതിനെല്ലാം ഉണ്ട് 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 എന്ന് പറയുന്നുണ്ട്. ആ ഒരു ബോധം, അതാണ് സത്ത്. അതിന്റെ പേരാണ് അവ്യയം. ആ ഉണ്ട് എന്ന ഉണ്മയ്ക്ക് മാറ്റമില്ല.
അതിന്റെ പേരാണ് അവ്യയം. അവ്യയമായ സത്ത്, മാറാത്ത സത്ത്. ഇത് ഇത്തിരി നല്ല കട്ടിയുള്ളൊരു ഭാഗമാണ് ഇപ്പൊ പറയുന്നത്. ഉണ്ട് എന്നുള്ളതിന് ഒരിക്കലും മാറ്റമില്ല. എപ്പോഴും നമ്മൾ കാണുന്നതിനെല്ലാം ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്തിന്? അവനവനെ തന്നെ ഉണ്ട്, ഞാൻ ഉണ്ട് 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 എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനൊരിക്കലും മാറ്റമില്ല. അതിന്റെ പേര് അവ്യയം. അവ്യയമായ സത്ത്, അത് മാറാത്ത സത്ത്. ഏകം സൂക്ഷ്മം തദവ്യയം എന്ന് ശ്ലോകത്തിൽ പറഞ്ഞു. ഏതയോർ യദുപാദാനം ഏകം സൂക്ഷ്മം സദവ്യയം. എന്നിട്ട് യഥൈവ, ഏതുപോലെ? യഥൈവ മൃദ്ഗടാദീനാം, പാത്രങ്ങൾക്ക് കളിമണ്ണ് പോലെ എന്ന് പറയുന്നു. അതെങ്ങനെയാണ് പാത്രങ്ങൾക്ക് കളിമൺ പോലെ എന്ന് പറഞ്ഞാൽ? ഒരു ക്ലാസ്സിലാണ്, പിന്നെ വിളിക്കാം. യഥൈവ, ഏതുപോലെ? മൃദ്ഗടാദീനാം, പാത്രങ്ങൾക്ക് കളിമൺ പോലെ. അതായത് ഏത് പാത്രം ഉണ്ടാക്കിയാലും, കളിമൺ കൊണ്ട് ഏത് പാത്രം ഉണ്ടാക്കിയാലും, ഏത് ഷേപ്പിലുള്ള പാത്രം ഉണ്ടാക്കിയാലും അതിൽ എന്തുണ്ട്? അതില് കളിമണ്ണുണ്ട്. ഇനി ഏത് ഷേപ്പ് ആയിക്കോട്ടെ, എത്ര ഭാരം വെച്ചുള്ളതായിക്കോട്ടെ, ചിലതിന് ഭാരം കുറഞ്ഞത്, ചിലത് ഭാരം കൂടിയത്, ഏതാണെങ്കിലും അതിൽ ഉള്ളത് കളിമണ്ണാണ്. ആ പാത്രം പൊട്ടിച്ചാലോ? പൊട്ടിച്ചാലും അവിടെ ആ പാത്രത്തിന്റെ പേര് നഷ്ടപ്പെടും, അല്ലെ? കലം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കലം എന്ന് പറയില്ല, പിന്നെ താഴെ കിടക്കുന്നത് എന്താണ്? കളിമണ്ണ്. അപ്പോ അതിന്റെ ഷേപ്പ് പോയാലും അതിനവിടെ സംഭവിക്കുന്നത്, അവശേഷിക്കുന്നത് കളിമണ്ണാണ്. അപ്പോ പാത്രം എന്നുള്ള ആ നാമരൂപം വരുന്നു പോകുന്നു, പക്ഷെ കളിമണ്ണ് അവിടെ തന്നെ അവശേഷിക്കുന്നു. അപ്പൊ കളിമണ്ണ് പോലെയാണോ മായ എന്ന് ചോദിക്കാൻ പാടില്ല. ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന ഉദാഹരണമാണ്. അങ്ങനെ അല്ലാതെ മായയ്ക്ക് വ്യക്തമായൊരു ഉദാഹരണമൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അറിയാലോ, ആത്മാവിന് കാണിച്ചു തരാനോ തൊട്ടു തരാനോ പറഞ്ഞു തരാനോ പറ്റില്ല എന്ന് ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് അപരോക്ഷ അനുഭൂതിയിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് കളിമണ്ണ് പോലെയാണോ എന്ന് വെച്ചാൽ ഇതിനല്ല, ഇതൊരു ഉദാഹരണം, ഇന്ന രീതിയിലാകും എന്ന് പറഞ്ഞു തരുന്ന ഒരു ചെറിയ ഉദാഹരണങ്ങളാണ്. അത് തന്നെയാണ് എന്ന് വിചാരിച്ച പല ഉദാഹരണങ്ങൾ അങ്ങനെ വിചാരിക്കും ആൾക്കാർ. അങ്ങനെ വിചാരിക്കരുത്. ഉദാഹരണത്തെ ഉദാഹരണം മാത്രമായിട്ട് കാണണം. അതിൽ കൂടി നമ്മൾ ചിന്തിച്ച് മുന്നിലേക്ക് പോകണം. വിചാരഹ സഹ അയം ഈദൃശഃ, ഇങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത്. കളിമണ്ണെല്ലാം, ആ പാത്രങ്ങള് എല്ലാം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്, അതിലെല്ലാം കളിമണ്ണാണ്. അത് പല നാമരൂപങ്ങളെ ധരിച്ചിരിക്കുന്നു എന്ന് മാത്രം. നാമരൂപങ്ങൾ പോയാലും അവശേഷിക്കുന്നത് കളിമണ്ണാണ് എന്നതുപോലെയാണ് മായ എന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെയാണ് വിചാരം ചെയ്യേണ്ടത് എന്ന് മാത്രമേ ആ ശ്ലോകത്തിൽ പറയുന്നുള്ളൂ. ഏതാണ്? ഏതയോർ യദുപാദാനം ഏകം സൂക്ഷ്മം സദവ്യയം യഥൈവ മൃദ്ഗടാദീനാം വിചാര സോയമീദൃശ. അടുത്ത ശ്ലോകം. അഹമേകോപി സൂക്ഷ്മശ്ച ജ്ഞാതാ സാക്ഷി തദവ്യയഃ തദഹം നാത്ര സന്ദേഹോ വിചാര സോയമീദൃശ. അഹമേകോപി സൂക്ഷ്മശ്ച ജ്ഞാതാ സാക്ഷി സദവ്യയഃ തദഹം നാത്ര സന്ദേഹോ വിചാര സോയമീദൃശ. അപ്പോ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നറിയാനായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. 4 തരത്തിലാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്ന്. 1, കഹ അഹം. 2, ഈ ലോകം എങ്ങനെ ഉണ്ടായി. 3, ഈ ലോകം ഇങ്ങനെ ഇരിക്കാൻ ആരാണ് കാരണം. 4, ഇവർക്ക് എന്താണ് ആധാരം. ഈ 4 ചോദ്യത്തിന്റെ കാര്യങ്ങളിലാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളില് ഇതിനൊക്കെ മറുപടി പറഞ്ഞു, ഇല്ലേ? 4 എണ്ണത്തിന്റെ മറുപടിയായി. ഈ ശ്ലോകത്തില് ജീവൻ എന്ന ആദ്യ ചോദ്യമുണ്ടല്ലോ, കഹ അഹം എന്നുള്ള ആദ്യ ചോദ്യം, അതിന് ആദ്യം നേരത്തെ മുഴുവൻ മറുപടി പറഞ്ഞില്ല. ആരല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഇതല്ല എന്ന് മനസ്സിലാക്കുക, ഞാൻ ആര് എന്ന് അവിടെ നിർത്തിവെച്ചു.
മുഴുവൻ മറുപടി പറഞ്ഞില്ല, പകുതി മാത്രമേ പറഞ്ഞുള്ളൂ. ഉടൽ ഞാനല്ല, ഇന്ദ്രിയം ഞാനല്ല, ഞാൻ ആരോ എന്നിവിടെ പറഞ്ഞു. ഓർക്കണം, ആ ശ്ലോകം ഓർത്തു നോക്കണം. അന്നേരം അവിടെ പറഞ്ഞു ഇന്ദ്രിയം ഞാനല്ല എന്ന് ആദ്യം പറഞ്ഞു. ഈ ശരീരം ഞാനല്ല, പുറത്തുള്ള പാറ, കല്ല്, മണ്ണ്, വെള്ളം, അഗ്നി, ഇതൊന്നും ഞാനല്ല. ഞാൻ നമ്മൾ പറയാറില്ല. ഒരു കല്ലിനെ കാണിച്ചിട്ട് ഞാനാണെന്ന് പറയാറില്ല, ഒരു മരത്തിനെ കാണിച്ചിട്ട് ഞാനാണെന്ന് പറയാറില്ല, വായുവിനെ കാണിച്ചിട്ട് ഞാനാണ് പറയാറില്ല, വെള്ളത്തെ കാണിച്ചിട്ട് ഞാനാണെന്ന് പറയാറില്ല, അഗ്നിയെ കാണിച്ച് പറയാറില്ല, ഇങ്ങനെ ഒന്നും പറയാറില്ല. പുറത്തുള്ളതിനെ ഒന്നും ഞാനെന്ന് പറയാറില്ല. അതെല്ലാം കൂടി ഉണ്ടായിരിക്കുന്ന പഞ്ചഭൂതത്താൽ നിർമ്മിതമായ ഈ ശരീരത്തെ ഞാനെന്ന് പറയുന്നു. അപ്പോ അത് നമ്മുടെ വിഡ്ഢിതരമല്ലേ? അതൊന്നും ഞാനല്ലെങ്കിൽ പിന്നെ ഈ അതുകൊണ്ടുണ്ടാക്കിയ ഈ ശരീരം എങ്ങനെയാ ഞാനാകുന്നേ എന്നാണ് അവിടെ പറഞ്ഞു തന്നത്. പിന്നെ പറഞ്ഞു ഇന്ദ്രിയങ്ങളൊന്നും ഞാനല്ല. എൻ്റെ കണ്ണ്, എൻ്റെ കയ്യ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എല്ലാത്തിൻ്റെയും എൻ്റെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതിനെ ഞാൻ കണ്ണ്, ഞാൻ മൂക്ക് എന്ന് പറയാറില്ലല്ലോ. അങ്ങനെ പറഞ്ഞു നിർത്തി. അപ്പൊ പിന്നെ ഞാൻ ആര് എന്ന് ചോദിച്ച് അവിടെ നിർത്തി. ഇതൊന്നുമല്ലാത്ത എന്തോ ഒന്നാണ് ഞാൻ എന്ന് പറഞ്ഞു നിർത്തി. പിന്നെ ആധാരത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ഞാൻ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏതോ അതുതന്നെയാണ് ഈ ലോകത്തിനും ആധാരം എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഞാൻ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. ഞാൻ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം, യഥാർത്ഥമായ അർത്ഥം ഏതാണോ അതുതന്നെയാണ് ഈ ലോകത്തിനും ആധാരം എന്ന് പറയുന്നു ഈ ശ്ലോകത്തില്. അഹമേകോപി സൂക്ഷ്മശ്ച ജ്ഞാത സാക്ഷി സദവ്യയഃ തദഹം നാത്ര സന്ദേഹോ വിചാരസോയമീദൃശ. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഇവിടെ ജീവബ്രഹ്മ ഐക്യത്തെ പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ജീവബ്രഹ്മ ഐക്യം. അപ്പോൾ ജീവബ്രഹ്മ ഐക്യത്തെ പറയുന്നു. അതിനാൽ ഈ ശ്ലോകം ഒരു മഹാവാക്യ ശ്ലോകം എന്ന് തന്നെ പറയാം. ഈ 16-ാമത്തെ ശ്ലോകം അഹമേകോപി സൂക്ഷ്മശ്ച എന്നുള്ള ശ്ലോകത്തെ ഒരു മഹാവാക്യ ശ്ലോകം എന്ന് തന്നെ പറയാം. ഈ ശരീരത്തിന് എന്ത് ആധാരമായിരിക്കുന്നുവോ അത് തന്നെയാണ് ലോകത്തിനും ആധാരമായിരിക്കുന്നത് എന്ന് പറയുന്നു. അത് കറക്റ്റ് ചെറിയൊരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. സാമാന്യ ഒരു നമ്മുടെയൊക്കെ ബുദ്ധി അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കുന്നത് പഞ്ചഭൂതങ്ങൾക്ക്, പുറത്ത് കാണുന്ന പഞ്ചഭൂതങ്ങൾക്ക് ആധാരം ഒരു ശക്തിയാണ്. അപ്പോ നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഈ പഞ്ചഭൂത നിർമ്മിത ശരീരത്തിനൊരു ആധാരമുണ്ട്. അത് ഞാൻ തന്നെയാണ്, ആ ശക്തി തന്നെയാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ എളുപ്പമുണ്ട് കാര്യങ്ങൾ. പുറത്ത് കാണുന്ന പഞ്ചഭൂതങ്ങൾക്ക് ആധാരം ഒരു ശക്തി, ആ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരത്തിന് ആധാരം ഒരു ശക്തി. ഈ രണ്ട് ശക്തിയും ഒന്നാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാനും പുറത്ത് കാണുന്ന ഈ ശക്തിയും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയും ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കി തരാനാണ് ആചാര്യസ്വാമികൾ ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ലോകത്തിനും ആധാരമായിരിക്കുന്നു ഏത്? ഈ ശരീരത്തിന് ആധാരമായിരിക്കുന്നത് ഒരേ ബ്രഹ്മം ആണ്, രണ്ടിനും ആധാരം. ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം മനസ്സിലാക്കിയാൽ ഏറ്റവും എന്താ പറയാ, ഇനി വേറൊന്നും മനസ്സിലാക്കാനില്ല എന്ന് വരുന്ന ഭാഗവും ഇത് തന്നെയാണ്. ഒരേ ബ്രഹ്മമാണ്, രണ്ടിനും ആധാരം. അതിനാൽ നമ്മൾ ആരാണ്? നമ്മൾ ബ്രഹ്മസ്വരൂപമാണ്. നാം ബ്രഹ്മസ്വരൂപമാണ്. ലോകത്തിന് ആധാരം ബ്രഹ്മം, ഈ പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ശരീരത്തിന് ആധാരം ഞാൻ, അതായത് ബ്രഹ്മം, ആ ശക്തി. അപ്പോ നമ്മുടെ അകത്തും പുറത്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ഒരേ ശക്തി, ഒരേ ബ്രഹ്മം. അതുകൊണ്ട് ഞാൻ ബ്രഹ്മസ്വരൂപമാണ്. ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാ പറയുന്നത്. ആൾക്കാരോട് പറയാനല്ല. ഇതിപ്പോ ചുമ്മാ പുറത്തിറങ്ങി ലോകത്തിൽ ഫ്രണ്ടിൽ കാണുന്നവരുടെ മുഴുവൻ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണ്, പുറത്ത് കാണുന്നല്ല ബ്രഹ്മമല്ലേ, അത് തന്നെയാണ് ഞാനും, ഇങ്ങനെയൊന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല. അവരെവിടെയെങ്കിലും കൊണ്ടാക്കും നമ്മളെ. ഇതെന്തിനാണ്? ഇത് ഉള്ളിന്റെ ഉള്ളില് മനസ്സിലാക്കാൻ. നമുക്ക് ചോദ്യമുണ്ടല്ലോ, ഞാൻ ആരെന്നുള്ള ചോദ്യമല്ലേ നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. എന്താ സംഭവിക്കുന്നത്?
എന്താണ് മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, മരണം എന്താ, ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ പഠിക്കാൻ ഇറങ്ങിയത്. അപ്പോ ആദ്യ വരിയിൽ ജീവന്റെ ലക്ഷണത്തെ പറയുകയാണ്. അഹമേകോപി സൂക്ഷ്മശ്ച ജ്ഞാത സാക്ഷി സദവ്യയ. നേരത്തെ മുമ്പ് ബ്രഹ്മലക്ഷണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മലക്ഷണം അഹം ഏകഃ, ഞാൻ ഒരേ ഒരു ആളാണ്. ഞാൻ ഒരേ ഒരു ആൾ, എൻ്റെ ഉള്ളിൽ ഉള്ള ആൾ ഒന്നു മാത്രം, ബ്രഹ്മവും ഒന്നു മാത്രം. എൻ്റെ ഉള്ളിലുള്ളത് ഒരേ ഒരു ശക്തി, ബ്രഹ്മം എന്നതോ ഒരേ ഒരു ശക്തി. ഈ ശരീരത്തിൽ നശിക്കാതെ ഇരിക്കുന്ന തത്വം ഒന്നു മാത്രം. ശരിയാണല്ലോ. കൈ പോയ ആൾക്കാരുണ്ട്, കണ്ണു പോയ ആൾക്കാരുണ്ട്, കാല് പോയ ആൾക്കാരുണ്ട്, ആക്സിഡന്റിൽ എന്തെല്ലാമോ പറ്റി ആ ശരീരം മാത്രം ഫുൾ തളർന്ന് കിടക്കുന്നവരുണ്ട്. അപ്പോഴും അതിനകത്തൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തി എപ്പോൾ ഈ ശക്തി ശരീരത്തെ വിടുമ്പോൾ പിന്നെ ഈ ശരീരം പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതിനെ മരണം എന്ന് പറയുന്നു. അപ്പൊ ഈ ശരീരത്തെ വീണ്ടും പഞ്ചഭൂതത്തിലേക്ക് ലയിപ്പിക്കുന്നു. ഓരോ മതക്കാരും ഓരോ രീതിയിൽ ലയിപ്പിക്കുന്നു. ശരീരം പഞ്ചഭൂതത്തിലേക്ക് ലയിക്കപ്പെടുന്നു. അപ്പൊ ഈ ശക്തി ശരീരത്തിൽ നിന്ന് പോകും. ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നില്ല. പക്ഷെ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ശക്തി പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സമയമുണ്ട് എന്ന് പറയുന്നു, പ്രളയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഓരോ യുഗങ്ങളുടെ അവസാനമുണ്ട്. ആ സമയത്ത് ഇതിനെയെല്ലാം തിരിച്ച് അവനിലേക്ക് ലയിപ്പിക്കുന്നു എന്നും പറയുന്നു ശാസ്ത്രം. അപ്പൊ ആ ശക്തി തന്നെയാണ് ഇവിടെ ഈ ശരീരത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ആണ് ഈ ശരീരത്തെ വിടുന്നത്. ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. എങ്ങനെ? ഈ ശരീരം ഇനി മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തതാവുമ്പോ, അതല്ലേ ഗീതയിൽ പറഞ്ഞേ, വസ്ത്രം മാറുന്ന പോലെ എന്ന് പറഞ്ഞല്ലോ. പഴയ വസ്ത്രത്തെ മാറുന്ന പോലെ നമ്മളെപ്പോഴും നമ്മുടെ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. അതുപോലെ കുറെ നാളത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണ്, ഒരു 10-50 വർഷം ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇത് മാറും. ഇത് മാറിയിട്ട് അടുത്ത ഡ്രസ്സ് എടുക്കും. പിന്നെ അത് കുറെ കാലം കഴിയുമ്പോൾ അത് മാറ്റും. അപ്പൊ അതുകൊണ്ട് ആ മാറ്റുന്ന സമയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും മാറുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ വേറെ ആരോ ഒരാളാണ് ഇത് മാറ്റുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ആ ഞാനാണ് മാറ്റുന്നത്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ ഈ ശരീരത്തെ വിടുന്നു, അത്രേ ഉള്ളൂ. ഈ ഷർട്ടിനെ മാറ്റി വേറെ ഷർട്ട് ഇടുന്നു. അപ്പോ ഈ ഞാനാണോ ഇതാണോ, എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അതാണോ ഇതാണോ എന്ന സംശയം വരാമെന്ന് പറയുന്നു. അപ്പോൾ ഈ സംശയത്തെ ദർശിക്കുന്ന ആളൊന്നു മാത്രം, അല്ലേ? എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോ അതാണോ ഇതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് തെറ്റല്ലേ, ഇത് ശരിയല്ലേ, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തിത്വമായിട്ടല്ല ചിന്തിക്കുന്നത്. നമ്മൾ ഒരേ ഒരു വ്യക്തി തന്നെയാണ് ശരിയെയും തെറ്റിനെയും നോക്കുന്നത്. സംശയവും ഈ ഒരേ ആൾക്ക് തന്നെയാണ്. രണ്ടാളല്ലല്ലോ ഇവിടെ സംശയിക്കുന്നത്. എനിക്ക് സംശയമില്ല, മറ്റേ സംശയം. മറ്റേ ആൾ ആരാ? ഞാനല്ലല്ലോ, വേറൊരാളല്ലേ, പുറത്തുള്ള ആളല്ലേ, അതയാൾ നോക്കണ്ടേ. നമ്മൾക്കോ, നമ്മള് സംശയിക്കുന്ന ആളും ഞാൻ തന്നെയാണ്, സംശയമില്ലാത്ത ആളും ഞാൻ തന്നെയാണ്, ഒരേ വ്യക്തി തന്നെയാണ്. പുറത്ത് പലരെയും കാണാം നമുക്ക്, പക്ഷെ നമ്മൾ ഒന്ന് തന്നെയാണ്. പ്രകാശിക്കുന്ന ആൾ, നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നേ ഉള്ളൂ, പ്രകാശം. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റുമോ എന്നാണെങ്കിൽ സൂക്ഷ്മശ്ച ഇവിടെ തന്നെ പറയുന്നു. അഹമേകോപി, ഞാൻ ഒന്നേ ഉള്ളൂ. സൂക്ഷ്മശ്ച, സൂക്ഷ്മമാണ്, കാണാൻ പറ്റില്ല. സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. നമുക്ക് നമ്മുടെ മുഖം പോലും നമുക്ക് എന്താ കണ്ണാടി കൂടെ അല്ലാതെ കാണാൻ പറ്റുമോ? ഇല്ല, ഒന്നിനും വേണ്ട. നമ്മുടെ തലയുടെ പുറകോശം നമുക്ക് കാണാൻ പറ്റുമോ? കണ്ണാടി കൂടെ അല്ലാതെ. നമ്മുടെ കണ്ണിന് അതിൻ്റെതായ പരിധികളുണ്ട്, അതിനപ്പുറം ഒന്നും കാണാൻ പറ്റില്ല. ചില മൃഗങ്ങൾക്ക് ഒരുപാട് ദൂരെ കാണാം. ഇപ്പോ പരുന്തിനൊക്കെ ആകാശത്ത് നിന്ന് ചെറിയ കോഴിക്കുഞ്ഞിനെ കാണുന്നു, എത്രയോ കിലോമീറ്റർ മുകളിൽ പറന്നിട്ട്. അതിന് ആ ശക്തിയുണ്ട്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾക്ക് പല രീതിയിലുള്ള ശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ് ഈ സൂക്ഷ്മം.
ഇന്ദ്രിയങ്ങൾക്ക് കാണാനും പറ്റില്ല, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിച്ചറിയാനും പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് പറ്റാത്ത എത്രയോ കാര്യങ്ങളുണ്ടെന്ന് പറയും. അപ്പൊ ആ സംശയം നമുക്ക് ഇനി ഇല്ല. അപ്പോ സൂക്ഷ്മമാണ്, വളരെ വളരെ സൂക്ഷ്മമാണ്. നമ്മുടെ കണ്ണാടിയിൽ കാണുന്നത് എന്താ? നമ്മുടെ പ്രതിബിംബമാണ് നമ്മൾ കണ്ണാടിയിൽ കാണുന്നത്. നമ്മുടെ മുഖത്തെ, നമ്മുടെ തലയുടെ പുറകുവശമൊക്കെ നമ്മൾ കാണുമ്പോൾ നേരിട്ടൊന്നും കാണാൻ പറ്റില്ല, പ്രതിബിംബത്തില് നമുക്ക് കാണാം. അതേസമയം മറ്റുള്ളവരുടെ മുഖം നമുക്ക് കാണാം. എൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റില്ല, നിസ്സാര കാര്യം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട്. എന്നിട്ട് വേണ്ടേ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ ഞാൻ എന്നെ കാണാൻ പറ്റില്ല. പിന്നെ അടുത്തത് പറയുന്നു ജ്ഞാതാ. ഞാൻ അറിവ് സ്വരൂപമാണ്, ഞാൻ എല്ലാം അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. സുഖമായി ഉറങ്ങി എന്ന് പോലും ഞാൻ അറിയുന്നുണ്ട്. ഏറ്റവും കട്ടിയുള്ള ഭാഗം അതാ. അപ്പൊ ഉറങ്ങുമ്പോഴോ ഞാൻ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ. എണീറ്റ് കഴിയുമ്പോൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഞാൻ അറിഞ്ഞല്ലോ സുഖമായിട്ട് ഉറങ്ങിയത്, എനിക്ക് സുഖമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് പറയാം ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു, ഉറക്കം ശരിയായില്ല. അപ്പോ എല്ലാം അറിയുന്നുണ്ട്, അറിയാതിരിക്കുന്ന ഒരു കാര്യമേ ഇല്ല, സകലതും അറിയുന്നുണ്ട്. എല്ലാം അറിയുന്നവൻ ജ്ഞാത. അപ്പൊ ഒരാൾ ചോദിക്കാൻ, നീ ജഡമാണോ ഉണർവ് സ്വരൂപമാണോ? അപ്പൊ എന്താ പറയാ? ജഡമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ജഡമാണെന്ന് പറയൂ? അല്ല, ഞാൻ ഉണർവ് സ്വരൂപം തന്നെയാണ്, ഞാൻ ഉണർന്നിരിക്കുന്നു, എനിക്കറിയാം, ഞാൻ ജഡമല്ല എന്നല്ലേ പറയുള്ളൂ. അതെ, അതിനാൽ തന്നെ ഞാൻ സാക്ഷിസ്വരൂപവുമാണ്. നല്ലൊരു ഭാഗമാണത്. ഞാൻ സാക്ഷിയാണ്. എങ്ങനെയാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാകാത്തൊരു കാര്യം? സാക്ഷി എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവില്ല. ഞാൻ സാക്ഷിയാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു ക്രിയയിൽ പങ്കെടുക്കാത്ത ആളാണ്. നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ടായി കോടതിയിൽ വരുമ്പോൾ രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് തമ്മിൽ വഴക്കുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ സാക്ഷിയാണ് വിസ്തരിക്കുക. സാക്ഷി എന്ന് പറയുന്ന ആള് ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ആളല്ല. മറ്റേത് പ്രതിയും വാദിയുമാണ്. വാദിയും പ്രതിയും തമ്മിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സാക്ഷി എന്ന് പറയുന്ന ആള് ആ സംഭവത്തിനെ കണ്ടു, പക്ഷെ അതിൽ ഉൾപ്പെട്ട ആളല്ല. അയാൾ ഇതിനെ ദർശിച്ചു, അത് ഇന്ദ്രിയം കൊണ്ട് ദർശിച്ചു, അതിന്റെ കാര്യങ്ങൾ എന്താണ് ദർശിച്ചത് എന്ന് പറയുന്നു. അതിന്റെ ശരിയും തെറ്റും ഒന്നും നോക്കണ്ട, അതല്ല നമ്മുടെ ജോലി. നമ്മൾ ആ സാക്ഷി ആര് എന്നറിയുന്നത്. സാക്ഷി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ്ഡ് ആകാത്ത ആള്. ഇവിടെ സാക്ഷി സ്വരൂപമാണ് ഞാൻ എന്നാണ് പറയുന്നത്. ഞാൻ സാക്ഷി സ്വരൂപവും ആണ്. നല്ല രസമായ ഭാഗമാണ്. നമ്മൾ വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഈ ശ്ലോകത്തിൽ. ഈ ഭാഗം എല്ലാത്തിനെയും ഒരു നാടകം പോലെ, ഒരു കളി പോലെ കാണുന്നവനാണ് ആര്? യഥാർത്ഥ ഞാൻ. ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്ന യഥാർത്ഥ ഞാൻ ആരാണ്? ശരീരം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നു, ഞാൻ ഓടുന്നു, ഞാൻ ഇരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ എന്നതിനെ നമ്മൾ ജനിച്ച നാൾ മുതൽ എത്രയോ ജന്മങ്ങളായിട്ട് ഞാൻ എന്നതിനെ ശരീരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് അടർത്തിയെടുക്കാൻ എളുപ്പമല്ല. അടർത്തിയെടുക്കാനാണ് അപരോക്ഷാനുഭൂതി മുതലായ വിവേക ചൂടാമണി, തത്വബോധം, ഉപനിഷത്തുക്കള്, വേദാന്തം പഠിക്കുന്നത്. വേദാന്തം പഠിക്കാതെ ഈ ശരീരം അല്ല ഞാൻ എന്നതിലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കില്ല. അതിൽ തന്നെയാണ് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞത്, വിചാരം ചെയ്യാതെ ആ ജ്ഞാനം ലഭിക്കില്ല എന്നും നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോ വിചാരം ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഞാൻ ഒരു സാക്ഷി മാത്രമാണ്. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് പറയും? ഞാൻ ചെയ്തു, ഞാൻ ചെയ്തു എന്ന് പറയും. അതല്ല ശരി. ഞാൻ ആക്ച്വലി സാക്ഷി മാത്രമാണ്, ഞാൻ കർത്താവല്ല. ഇപ്പോ നമ്മള് രസകരമായൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ സീരിയലിൽ ദുഃഖം കാണുമ്പോൾ പലരും കരയാറുണ്ട്. സീരിയലിൽ ദുഃഖം കാണുമ്പോൾ അല്ലേ, നമ്മൾ വീടുകളിലൊക്കെ കണ്ട്, പണ്ട് കാലത്താണെങ്കിൽ സിനിമ തിയേറ്ററിലൊക്കെ ആൾക്കാർ കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട്.
നമ്മള് വീട്ടിലാണെങ്കിൽ വെറുതെ എങ്ങനെ ഇരുന്ന് കരയുമോ? ചുമ്മാ ചുമ്മാ ഇരുന്ന് കരയുമോ നമ്മള്? ഇല്ല. വെറുതെ ആണെങ്കിൽ ഇങ്ങനെ കരയില്ല. ആ ദുഃഖം കാണുമ്പോഴും നമുക്കൊരു സുഖമുണ്ട്. വല്ലവരുടെ ദുഃഖം കാണുമ്പോഴും ഒരു സുഖമുണ്ട്. അതുകൊണ്ടാണല്ലോ അതിന്റെ മുന്നിൽ പോയിരിക്കുന്നത്. അതിനാൽ വീണ്ടും വീണ്ടും സീരിയൽ കാണും. അത് രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. സീരിയൽ കാണുന്നു, ദുഃഖം കാണുന്നു, കരയുന്നു. പിന്നെന്തിനാ പിറ്റേ ദിവസം പോയി കാണുന്നത്? വീട്ടിലൊരു ദുരന്തം വരുന്നു, പ്രശ്നമുണ്ടാകുന്നു, കരയുന്നു, വിഷമിക്കുന്നു എങ്കിൽ വീണ്ടും ആ ദുരന്തം ഉണ്ടാകാൻ ആഗ്രഹിക്കുമോ? വീണ്ടും അവിടെ കരയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. പക്ഷേ സീരിയലിലെ ദുഃഖം വീണ്ടും അടുത്ത ദിവസം സമയത്ത് 5 മിനിറ്റ് മുമ്പേ തന്നെ ഓൺ ചെയ്തിരിക്കും, എന്തായി എന്നറിയാനായി. പിന്നെയും കരയില്ല, കാണാൻ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ സാക്ഷിയല്ലേ, അതുകൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നേ. ഇതെല്ലാം സാക്ഷിയായിട്ടിരിക്കുക. അവിടെ വരുമ്പോ സാക്ഷിയായി, പക്ഷെ സ്വന്തം ജീവിതത്തിൽ സാക്ഷിയാകാൻ പഠിച്ചിട്ടില്ല. അത് പഠിക്കണം. വല്ലവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ ഒരു സുഖമുണ്ട്. ദുഃഖമല്ല, സുഖമാണ്. കരയും, പെട്ടെന്ന് കണ്ണീര് വരികയൊക്കെ ചെയ്യുമെങ്കിലും ഒരു സുഖമുണ്ട് അതിൽ കൂടെ. അതുകൊണ്ട് അവിടെ ഇരുന്ന് കണ്ണൊക്കെ തുടയ്ക്കും, വീണ്ടും അത് കാണാൻ ആഗ്രഹിക്കും. അപ്പോ അവിടെ ഒരു സാക്ഷിയായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി 3-ാമത്തെ വരിയിൽ പറയുന്നു, തദഹം നാത്ര സന്ദേഹോ വിചാര സ്വയമീശ്വര എന്ന് പറഞ്ഞു. സത് അവ്യയ, സദവ്യയ, ജ്ഞാതാ സാക്ഷി സദവ്യയ. അടുത്ത പദം, വരിയല്ല, അടുത്ത പദം തദവ്യയ. സത്, തത് എന്ന് പറഞ്ഞാൽ തസ്മാത് ചേർന്ന് വരുന്നതുകൊണ്ട് സാക്ഷി തദവ്യയ എന്ന് പറയും. സത് അവ്യയ, നാശമില്ലാത്ത ബ്രഹ്മമായിരിക്കുന്നു എന്ന് പറയും. നാശമില്ലാത്ത ബ്രഹ്മമായിരിക്കുന്നു. ആ നാശമില്ലാത്ത സത് ബ്രഹ്മമായിരിക്കുന്നു. സത്ത് എന്നുള്ളത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. സത് അവ്യയ എന്നുള്ളത് അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. അപ്പൊ പറയുന്നു, ഇത് കേൾക്കാനൊക്കെ കൊള്ളാം. നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഇത് കേൾക്കാൻ കൊള്ളാം, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. ഇപ്പോൾ നമ്മൾ ആ അവസ്ഥയിലല്ലേ ഇരിക്കുന്നത്, എന്തൊക്കെയോ കേട്ടു. അപ്പോ ഇവിടെ പറയുന്നു, കേൾക്കാൻ കൊള്ളാം. ഏത്? സദ്ബ്രഹ്മമായിരിക്കുന്നു, സദവ്യയ, സാക്ഷിയാണ്, ജ്ഞാതാവാണെന്ന്. ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോ ആചാര്യസ്വാമി പറയുന്നു, അത്ര ന സന്ദേഹ, ഒരു സന്ദേഹവും വേണ്ട. നമുക്ക് സന്ദേഹമാണ് ഇപ്പോ. അപ്പൊ ആചാര്യസ്വാമി പറയുന്നു, ഒരു സന്ദേഹവും വേണ്ട. തത്ര നാത്ര സന്ദേഹോ വിചാര സ്വയമീശ്വര. ഈ വിചാര സ്വയമീദൃശ, ഈശ്വര അല്ല, സോറി, വിചാര സ്വയമീദൃശ. അത്ര ന സന്ദേഹ, സന്ദേഹമേ വേണ്ട. പറയാൻ കാരണം, അനുഭവത്തിൽ നമുക്ക് ഇത് തെളിഞ്ഞിട്ടുണ്ടോ? ഞാൻ സാക്ഷിയാണ്, ജ്ഞാതാവാണ് പിന്നെയും തെളിയാം. സാക്ഷിയാണെന്ന് നമുക്ക് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഗുരു പറയുകയാണ്, അങ്ങനെയാണ്, സന്ദേഹമൊന്നുമില്ല അതിനകത്ത്, നീ സന്ദേഹപ്പെടണ്ട. എന്നാ സന്ദേഹ, നിനക്ക് മനസ്സിലാവും, കുറെ കഴിയുമ്പോ, പഠിച്ചോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ, മുന്നോട്ട് പോട്ടെ. ന സന്ദേഹ, അനുഭവത്തില് ഇപ്പോ നമുക്ക് ഇത് തെളിഞ്ഞിട്ടില്ല. അതിനാൽ അനുഭവത്തിന് വിരോധമാണ് ഇപ്പൊ നടക്കുന്നത്. തെളിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ അനുഭവത്തിൽ വിരോധമാണ്. അതിനാൽ ഗുരു പറഞ്ഞു, വാക്യത്തിൽ ശ്രദ്ധ വെച്ച് വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക. ഈ വാക്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. ഏത് വാക്യത്തില്? ഞാൻ എന്നത് പുറത്തും കാണുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ഞാൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഞാൻ. ഞാൻ ജ്ഞാതാവാണ്, ഞാൻ എല്ലാം അറിയുന്നു. ഞാൻ എന്നത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ സാക്ഷിയാണ്, ഞാൻ അവ്യയമാണ്. ഇത്രയും പറഞ്ഞപ്പോ കുറച്ചൊക്കെ മനസ്സിലായി, പിന്നൊന്നും മനസ്സിലായില്ല. അപ്പൊ പറയുന്നു, മനസ്സിലാവില്ല. കാരണം അനുഭവത്തിൽ ഇത് തെളിഞ്ഞിട്ടില്ല. നമ്മൾ ജ്ഞാനിയായോ? ആയില്ലല്ലോ.
നമ്മൾ ജ്ഞാനം വരാൻ വേണ്ടിയുള്ള മാർഗങ്ങളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ആചാര്യസ്വാമി പറഞ്ഞ വിചാരം ചെയ്യൂ എന്നാലേ ജ്ഞാനം കിട്ടുള്ളൂ എന്ന്. ആ വിചാരം ചെയ്യൽ എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിചാരം ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നു ആചാര്യസ്വാമി. എങ്ങനെ വിചാരം ചെയ്യണം എന്ന് പോലും പറഞ്ഞു തരികയാണ്. അപ്പോ അത് മനസ്സിലാവുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. എപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വിചാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിലാവും. എന്ത്? അഹമേകോപി സൂക്ഷ്മശ്ച ജ്ഞാത സാക്ഷി സദവ്യയ എന്ന് അപ്പൊ മനസ്സിലാവും. അതുവരെ നമുക്കത് മനസ്സിലാകില്ല എന്ന് ആചാര്യസ്വാമിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആചാര്യസ്വാമി പറഞ്ഞത്, ഈ വാക്യത്തിൽ ശ്രദ്ധ വെച്ച് വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക. ഈ വാക്യത്തിൽ ശ്രദ്ധ വെച്ച് വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക. അടുത്ത ശ്ലോകത്തില് കുറച്ചുകൂടെ ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത ശ്ലോകം മുതൽ ആചാര്യസ്വാമി നമ്മളെ നയിക്കും. അടുത്ത ദിവസം നമുക്ക് 17ാമത്തെ ശ്ലോകത്തിലേക്ക് അടുത്ത ദിവസം പ്രവേശിക്കാം. അതുവരെ വീണ്ടും ഈ വിചാരങ്ങളിലേക്ക് നല്ല ശ്രദ്ധ തിരിച്ച് ആദ്യം പറഞ്ഞ 4 ചോദ്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടതെന്നും ആ 4 ചോദ്യങ്ങളിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു നന്നായിട്ട് മനസ്സിലാക്കുക. ആത്മവിചാരം, ഈശ്വര വിചാരം, ജഗത് വിചാരം, ജീവ ഈശ്വര സംബന്ധ വിചാരം. ഇതാണ് വരാൻ പോകുന്ന ശരിയായിട്ടുള്ള വിചാരങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ മാത്രമേ ഞാൻ ആര്, ഞാൻ ജ്ഞാത, ഞാൻ സാക്ഷി, ഞാൻ അവ്യയം, ഞാൻ ഏകൻ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ കട്ടിയായിട്ടുള്ള ഈ ഭാഗങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈശ്വരൻ തന്നെ വേണം നമ്മുടെ മനസ്സിനെ ഇതിൽ നിർത്താൻ. എന്നുവെച്ചാൽ നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് മായയുടെ പരമാവധി ശക്തിയിൽ മായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കലികാലത്തിലാണ്. അപ്പൊ മായയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ മായാദേവിയോട് തന്നെ പ്രാർത്ഥിക്കണം. അതിന് ഒരു വെളിച്ചം നമുക്ക് തരാനായിട്ട്, അല്ലെ? ഇരുളിനെ മാറ്റാൻ വെളിച്ചത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ വെളിച്ചം നമുക്ക് കിട്ടണ്ടേ? ആ വെളിച്ചം കിട്ടാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം വീണ്ടും കാണാം. വെള്ളിയാഴ്ച കാണാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ. സായിരാം സാർ.